ഇസ്രായേലിനെ സംബന്ധിച്ച് ലെബനനിലേക്ക് ഒരു സൈനിക നീക്കം ഇപ്പോൾ സാധ്യമല്ല. കാരണം അമേരിക്ക അത് നേരത്തെ വിലക്കിയിട്ടുണ്ട്. 40 മിനിറ്റോളം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച് ഒരു കാരണവശാലും ഈ യുദ്ധം ഇനി വ്യാപിപ്പിക്കരുത്, ലെബനനെ തിരിച്ചടിക്കരുത്, പ്രശ്നമാകും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് മുമ്പ് പല മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോഴും ലെബനനെതിരെ ആക്രമണം കടുപ്പിക്കാത്തത്. പക്ഷേ ലെബനിൽ നിന്ന് മിസൈലുകൾ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് അതേ പൊസിഷനിലേക്ക്, അതേ ഡയറക്ഷനിലേക്ക് തിരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഹിസ്ബുള്ളയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. തുടർച്ചയായ മിസൈൽ ആക്രമണം. ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിലാണ് ലെബനനുള്ളത് അതിർത്തികൾ. അപ്പോൾ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നോർത്തേൺ സൈഡിലേക്കാണ് തുടർച്ചയായി വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് വലിയ ഇവാക്വേഷൻ, അതായത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ 80 ദിവസത്തോളമായി ഇസ്രായേൽ.